Dear students, today we will study about the 3-point starter for DC motors. DC മോട്ടറിൽ ഈ 3-point സ്റ്റാർട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വൈ വി നീഡ് എ സ്റ്റാർട്ടർ ഇൻ DC മോട്ടർ, അതാണ് നമ്മളിവിടെ ഇന്ന് പഠിക്കുന്നത്. Figure represents the equivalent circuit of an armature. Here E is the induced EMF in the motor and RA is the armature resistance. Here it represents the armature resistance. Then the terminal voltage VA will be equal to E plus IA into RA. Okay. Then VA will be equal to E plus IA into RA. ഇനി ഇത് ഡി സി മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഇനീഷ്യൽ കണ്ടീഷനിൽ ബാക്ക് EMF എന്ന് പറയുന്നത് വളരെ സീറോ ആയിരിക്കും. ദർ ഈസ് നോ ബാക്ക് EMF. അപ്പോൾ എന്ത് പറ്റും വെച്ചാൽ ഈ സീറോ ആയിപ്പോൾ ദെൻ അവർ ഇക്വേഷൻ ബിക്കംസ് VA will be equal to IA into RA. From that IA will be equal to VA divided by RA. വി എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജാണ്. ആർ എ എന്ന് പറയുന്നത് ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ്. ഈ ആർമേച്ചർ റെസിസ്റ്റൻസ് എപ്പോഴും ലോ വാല്യൂ ആയിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഐ എന്ന് പറയുന്നത് ഡേഞ്ചറസ്ലി ഹൈ ആയിരിക്കും. അപ്പോൾ ആ ഇനീഷ്യൽ കണ്ടീഷനിലുള്ള ആർമേച്ചർ കറണ്ട് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്റ്റാർട്ടേഴ്സ് ഡി സി മോട്ടറിൽ യൂസ് ചെയ്യുന്നത്. At starting, IA will be equal to VA divided by RA. So, extra resistance is required at the starting time. When the speed increases, automatically the back EMF again increases and the equation becomes IA will be equal to VA minus EB. The EB is the back EMF divided by RA. ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഇനീഷ്യൽ കണ്ടീഷനിൽ ഒരു മോട്ടർ റൺ ചെയ്യുമ്പോൾ അതിൽ ബാക്ക് EMF സീറോ ആയതുകൊണ്ട് ആ ഇനീഷ്യൽ കറണ്ട് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണലായിട്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. ഇനി സ്പീഡ് കൂടുന്നതനുസരിച്ച് നമ്മൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറച്ച് ഫുൾ റണ്ണിങ് സ്പീഡിലെത്തുമ്പോൾ റൺ കണ്ടീഷനിലെത്തുമ്പോൾ ആ വാല്യൂ റെസിസ്റ്റൻസ് സീറോ ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. സോ എക്സ്ട്രാ റെസിസ്റ്റൻസ് ഈസ് നോട്ട് റിക്വയർഡ് അറ്റ് ദ റണ്ണിങ് പൊസിഷൻ. Okay, the starter means extra resistance added in the armature of a DC motor to control the starting current. ആ സ്റ്റാർട്ടിങ്ങിൽ മാത്രം ശരിക്കും സ്റ്റാർട്ടറിൻ്റെ ആവശ്യമുള്ളൂ. This extra resistance is required at the time of starting. When the motor runs, back EMF increases, which reduces the armature current. ഫിഗർ ഷോസ് എ 3-point സ്റ്റാർട്ടർ. ഇവിടെ നോക്കുക, നമുക്കിത് 3-point സ്റ്റാർട്ടറിനകത്ത് കുറേ റെസിസ്റ്റേഴ്സ് R1, R2, R3, R4 ആൻഡ് R5 ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഇനി ഈ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ റെസിസ്റ്റൻസ് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഒരു മോട്ടറിലേക്കായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. മോട്ടറിൻ്റെ ആർമേച്ചറിലേക്കായിരിക്കും കണക്ട് ചെയ്യുന്നത്. മോട്ടറിൻ്റെ ഫീൽഡും ഇതേപോലെ തന്നെ ലൈനിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ എക്സ്റ്റേണൽ DC സപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമുക്ക് നോക്കാം, സ്പ്രിങ് ഉണ്ട്. സ്പ്രിങ്ങിൻ്റെ ടെൻഷനിലാണ് നിൽക്കുന്നത്. ദെൻ സ്റ്റാർട്ടർ ഹാൻഡിലുണ്ടാവും. സോഫ്റ്റ് ആൻഡ് പീസ് ഇവിടെ, ഈ സോഫ്റ്റ് ആൻഡ് പീസ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഈ റിലേ ഇതിനെ അട്രാക്റ്റ് ചെയ്ത് നിർത്തുന്നത്. ഇനി ഇതിൻ്റെ ഓരോ പാർട്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് 3-point സ്റ്റാർട്ടർ എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഇക്വേഷൻ എന്ന് പറയുന്നത് IA വിൽ ബി ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ RA പ്ലസ് RST എന്ന് പറഞ്ഞാൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത റെസിസ്റ്ററാണ്. As the handle is moved further, it goes to make the contact with the studs. ആ ഓരോ പോയിന്റിന് നമ്മൾ പറയുന്നത് പേര് സ്റ്റഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ 2, 3, 4 അങ്ങനെ ഓരോ സ്റ്റഡ്സിലേക്ക് കണക്ട് ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് ഗ്രാജുവലി കുറഞ്ഞാണ് വരുന്നത്. Then automatically it gathers the speed. Then finally when the starter handle is in run position, അപ്പോൾ എന്ത് ചെയ്യും, ഫുൾ സ്പീഡിലാവും. ദ എൻറ്റയർ സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് ഈസ് എലിമിനേറ്റഡ് ആൻഡ് ദ മോട്ടർ റൺസ് വിത്ത് ദ നോർമൽ സ്പീഡ്. അപ്പോൾ നോർമൽ സ്പീഡിലായിരിക്കും മോട്ടർ ഇവിടെ റൺ ചെയ്യുന്നത്. ദെൻ ഇവിടെ നമുക്ക് വൈ ഇറ്റ് ഈസ് നോൺ ആസ് 3-point സ്റ്റാർട്ടർ. ഇവിടെ ആ പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. ഏതാണ് ആ 3 points എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് വൺ ഈസ് എൽ ഫോർ ലൈൻ. നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് ലൈനിലേക്കാണ് കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് എൽ.
ദെൻ എഫ് ഫീൽഡ് വൈൻഡിങ്സ് കണക്ട് ചെയ്തിരിക്കുന്ന പോയിൻറ്റിനാണ് എഫ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സെക്കൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ ആർമേച്ചർ. ആർമേച്ചർ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോട്ടറിൻ്റെ ആർമേച്ചറിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇതാണ് 3 പോയിൻറ്റ് സ്റ്റാർട്ടറിൻ്റെ 3 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എൽ, എഫ്, എ. ഈ എൽ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്? ലൈനിലേക്കാണ് കൊടുക്കുന്നത്, നമ്മൾ എക്സ്റ്റേണൽ കൊടുക്കുന്ന ലൈൻ വോൾട്ടേജ്. ഇനി എഫ് കണക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഫീൽഡിലേക്കായിരിക്കും കൊടുക്കുന്നത്, ഫീൽഡ് കോയിൽസിലേക്ക്. അതുപോലെ തന്നെ എ എന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് ആർമേച്ചറിലേക്കായിരിക്കും. സോ ഇറ്റ് ഈസ് നോൺ ആസ് 3 പോയിൻറ്റ് സ്റ്റാർട്ടർ. Then there are 3 main points referred to as L for line terminal and A for armature terminal and F for field terminal. Then the point L is connected to the electromagnet called overload release. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ഒരു എക്സ്റ്റേണൽ, അതായത് കറണ്ട് കൂടുതൽ സപ്ലൈ നിന്ന് അബ്സോർവ് ചെയ്യുകയാണെങ്കിലാണ് അവിടെ ഓവർലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓവർലോഡ് റിലീസ് റിലേ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. Then another parallel path is derived from the studs 1 to give another electromagnet called NVC. NVC means no voltage coil. ഇങ്ങനെ 2 റിലേ ആണ് അത് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുക, this is known as over voltage relay and this is known as holding coil അല്ലോ no voltage coil. ദെൻ ഇതിനെ ഫസ്റ്റ് സ്റ്റഡിലേക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നോക്കുക, ഇതിൻ്റെ കറണ്ട് മൂവ് ചെയ്യുന്ന പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്ന പാത്ത് നമ്മൾ നോക്കുക, ലൈൻ വോൾട്ടേജ് ഇവിടെ ലൈനുമായിട്ട് നമ്മളിത് സപ്ലൈ കണക്റ്റഡ് ആവും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വരുന്ന സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വന്നിട്ട് ഈ കോയിൽ വഴി വന്ന് ദെൻ ഈ ആം വഴി ഹാൻഡിൽ വഴി വന്നിട്ട് ഇവിടെ നിന്ന് ഈ ഒരു റൂട്ട് വഴി എക്സ്റ്റേണൽ പാത്ത് വഴിയായിരിക്കും നമുക്ക് എങ്ങോട്ട് മൂവ് ചെയ്യുന്നത്? ത്രൂ ഹോൾഡിംഗ് കോയിൽ വഴി വന്നിട്ട് ദെൻ കണക്റ്റഡ് ടു ഫീൽഡ്. അപ്പോൾ നോക്കുക, ദർ ഈസ് നോ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ഫീൽഡ് ബട്ട് ദ ഫുൾ റെസിസ്റ്റൻസ്, അതായത് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഫുൾ റെസിസ്റ്റൻസ് നമ്മൾ എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കിയേ. നോക്കുക, ഈ വരുന്ന സെയിം സപ്ലൈ തന്നെ നമുക്ക് മൂവ് ചെയ്യുന്ന പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ഈ റെസിസ്റ്റേഴ്സ് ഫുൾ റെസിസ്റ്റർ വഴി മൂവ് ചെയ്തിട്ടായിരിക്കും നേരെ വന്ന് ആർമേച്ചർ വഴി ഈ സർക്യൂട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ ഫുൾ റെസിസ്റ്റൻസും സീരീസ് ആയിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, ദെൻ ഇപ്പോൾ ഇവിടെ നോക്കുക, ലിവർ 2ലേക്ക് വന്നു. അപ്പോൾ R1 എന്ന് പറയുന്ന റെസിസ്റ്റർ നമ്മൾ ഫീൽഡുമായിട്ട് കണക്റ്റഡ് ആയി ബട്ട് ആർമേച്ചറുമായിട്ട് ഡിസ്കണക്റ്റ് ആയി. ദെൻ 3ലേക്ക് വന്നു. ദെൻ 4, 5 റൺ പൊസിഷൻ. ഈ റൺ പൊസിഷനിൽ വരുമ്പോഴത്തേക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഹോൾഡിംഗ് കോയിൽ, മോട്ടർ ഫുൾ സ്പീഡിലായിരിക്കും ഈ ടൈമിൽ വർക്ക് ചെയ്യുന്നത്. ഈ ഹോൾഡിംഗ് കോയിൽ ഇവിടെ നോക്കുക, ഈ ഹോൾഡിംഗ് കോയിൽ നമ്മൾ ഈ ഇതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ കറണ്ട് ഇതുവഴി വന്നിട്ട് നേരെ വന്ന് റെസിസ്റ്റൻസിനൊക്കെ അവോയ്ഡ് ചെയ്ത് നേരെ ആർമേച്ചറിൽ വഴിയായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇതാണ് 3 പോയിൻറ്റ് സ്റ്റാർട്ടറിൻ്റെ പ്രത്യേകത. അപ്പോൾ ദിസ് കോയിൽ ഈസ് നോൺ ആസ് ഹോൾഡിംഗ് കോയിൽ. ഈ ടൈമിൽ ഫീൽഡിൽ കൂടെയുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫീൽഡിൽ കൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ റെസിസ്റ്റൻസ് വഴി വന്നിട്ടായിരിക്കും ഫീൽഡിൽ കൂടെയുള്ള കറണ്ട് മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ആർമേച്ചർ കറണ്ട് ആൻഡ് ഫീൽഡ് കറണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ എന്തിനെയാണ് ഈ ഇത് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഓവർലോഡ്. ഓവർലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ നമുക്കിപ്പോൾ മോട്ടറൊക്കെ റൺ ചെയ്യുമ്പോഴത്തേക്ക് ലോഡ് കൂടുതലാകുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ഡ്രോൺ മോർ കറണ്ട് ഫ്രം ദ സപ്ലൈ. അപ്പോൾ ആ ലൈനിൽ നിന്ന് കൂടുതൽ കറണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഓവർലോഡ് വോൾട്ടേജാണ് വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഒരു ലിമിറ്റിൽ കൂടുതലാകും. അങ്ങനെ കറണ്ട് ഒരു ലിമിറ്റിൽ കൂടുതലാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ റിലേ ഇവിടെ അട്രാക്റ്റഡ് ആകും. അപ്പോൾ അങ്ങനെ റിലേ ഇങ്ങനെ അട്രാക്റ്റഡ് ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പോയിൻ്റ് തമ്മിൽ ഷോർട്ടഡ് ആകും. ഈ പോയിൻ്റ് എയും ഇവിടെ പോയിൻ്റ് എ ഉണ്ട്, ഓട്ടോമാറ്റിക് ഇവിടെ പോയിൻ്റ് ബി ഉണ്ട്. ഈ പോയിൻ്റ് എയും ബിയും തമ്മിൽ ഷോർട്ടഡ് ആകുമ്പോൾ ഈ കോയിൽ അങ്ങ് ഷോർട്ടഡ് ആകും. കോയിൽ ഷോർട്ടഡ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറ്റും, ഇതിൽ കൂടെ ഉള്ള സപ്ലൈ അങ്ങ് കട്ട് ഓഫ് ആവും. കട്ട് ഓഫ് ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ റിലേ ഈ ഹാൻഡിൽ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തന്നെ പോകും. അതാണ് ഇത് റിട്ടേൺ ചെയ്തിട്ട് ഈ നോർമൽ പൊസിഷൻ ഓഫ് പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ
relay, main function of this protective relay. It is known as overload relay. Okay. ഇതിൻ്റെ മെയിൻ ഡ്രോബാക്സ് ഓഫ് ദ 3-point സ്റ്റാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയിന്റ് സ്റ്റാർട്ടർ സഫേഴ്സ് ഫ്രം സീരിയസ് ഡ്രോബാക്ക്. എന്തായിരിക്കും ഫസ്റ്റ് വണ്? എപ്പോഴും സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റിന് ഫീൽഡിൻ്റെ റിയോസ്റ്റാറ്റ് വേണ്ടി വരും. ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ദ മോട്ടർ ദ ഫീൽഡ് റെസിസ്റ്റൻസ് ക്യാൻ ബി ഇൻക്രീസ്ഡ്, ദെയർഫോർ കറണ്ട് ത്രൂ ദ ഷണ്ട് ഫീൽഡ് ഈസ് റെഡ്യൂസ്ഡ്. നമ്മൾ നേരത്തെ കണ്ടതാണ്, മോട്ടർ ഫുൾ സ്പീഡിലാകുമ്പോഴേ ഷണ്ട് ഫീൽഡിൽ കൂടെയുള്ള കറണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. Then next one is ഇതെന്ന് പറഞ്ഞാൽ the field current becomes very low, which is resulting holding the electromagnet too weak to overcome the force exerted by the spring. അപ്പോൾ ഹോൾഡിംഗ് മാഗ്നറ്റിൽ കൂടെയുള്ള കറണ്ട് കുറയുന്നത് കൊണ്ട് അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള അത്രയും പവർ കിട്ടത്തില്ല, കറണ്ട് കുറവായിരിക്കും. ദറ്റ് ഈസ് ദ മെയിൻ ഡിഫക്റ്റ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹോൾഡിംഗ് മാഗ്നറ്റ് മേ റിലീസ് ദം. അപ്പോൾ ഇത് നമ്മുടെ ഹോൾഡിംഗ് മാഗ്നറ്റിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? ആ ആമിനെ അവിടെ ഹാൻഡിൽ അല്ലെങ്കിൽ ആ റൺ പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റത്തില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അത് റിലീസ്ഡ് ആയി പോകും. അപ്പോൾ മോട്ടർ എന്ത് ചെയ്യും? ഓഫ് കണ്ടീഷനിലേക്ക് പോകും. ദറ്റ് ഈസ് ദ മെയിൻ ഡിഫക്റ്റ്. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.